പ്രിയമുള്ളവരെ, വചനജ്വാല 1735 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 1 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നാം ഒരു പുതിയ ആഴ്ചയിലേക്ക്, ഒരു പുതിയ മാസത്തിലേക്ക്, പുതിയ അധ്യയന വർഷത്തിലേക്ക്, അങ്ങനെ ഒരുപാട് പുതുമകളിലേക്ക് പ്രവേശിക്കുന്ന മാസമാണ്. ഇന്ന് തിരുഹൃദയ വണക്കമാസം ആരംഭിക്കുന്ന തീയതി കൂടിയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൽക്കും പ്രത്യേകം പ്രാർത്ഥനാശംസകൾ. ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 21 അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. കർത്താവിന്റെ വാൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറൂസലേമിന് നേരെ മുഖം തിരിച്ച് വിശുദ്ധ സ്ഥലങ്ങൾക്കെതിരായി പ്രഘോഷിക്കുക. ഇസ്രായേൽ ദേശത്തിനെതിരെ പ്രവചിക്കുക. ഇസ്രായേൽ ഭവനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഉറയിൽ നിന്ന് വാളൂരി നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റും. നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നിന്നിൽ നിന്ന് വെട്ടിമാറ്റാനായി തന്നെയാണ് തെക്കു മുതൽ വടക്ക് വരെയുള്ള എല്ലാവർക്കുമെതിരായി ഞാൻ ഉറയിൽ നിന്ന് വാളൂരുന്നത്. കർത്താവായ ഞാൻ ഉറയിൽ നിന്ന് വാൾ ഊരിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിയും. അത് ഇനി ഒരിക്കലും ഉറയിലിടുകയില്ല. മനുഷ്യപുത്ര, അവരുടെ മുൻപിൽ കഠിന ദുഃഖത്തോടെ ഹൃദയം പൊട്ടുമാറ് നെടുവീർപ്പിടുക. നീ എന്തിനാണ് നെടുവീർപ്പിടുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക, ഒരു വാർത്ത നിമിത്തമാണ്. അത് ശ്രവിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും ഉരുകും, എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാ മനസ്സുകളും തളരും, എല്ലാ കാൽമുട്ടുകളും വിറയ്ക്കും. ഇതാ അത് വരുന്നു, അത് നിറവേറുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഒരു വാൾ, തേച്ചു മിനുക്കി മൂർച്ച കൂട്ടിയ വാൾ. വധത്തിനായി അതിനെ മൂർച്ച കൂട്ടിയിരിക്കുന്നു. ഇടിവാൾ പോലെ തിളങ്ങാൻ അത് മിനുക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉല്ലസിക്കാമെന്നോ? എന്റെ പുത്രന്റെ ചെങ്കോലിനെ മറ്റു തടിക്കഷ്ണങ്ങളെ പോലെ നിങ്ങൾ നിന്ദിച്ചു. ആകയാൽ ഉടനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അത് മിനുക്കാൻ കൊടുത്തിരിക്കുന്നു. സംഹാരകന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നീ ഉച്ചത്തിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുക. എന്തെന്നാൽ വാൾ എന്റെ ജനത്തിനും ഇസ്രായേലിലെ എല്ലാ പ്രഭുക്കന്മാർക്കും എതിരായി പ്രയോഗിക്കാനുള്ളതാണ്. എന്റെ ജനത്തോടൊപ്പം പ്രഭുക്കന്മാരും വാളിനിരയാക്കപ്പെടും. ആകയാൽ നീ മാറത്തടിച്ച് കരയുക. നിങ്ങൾ ചെങ്കോലിനെ നിന്ദിച്ചാൽ എന്തുണ്ടാകും? ഇതൊരു പരീക്ഷണമല്ല, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. മനുഷ്യപുത്ര, നീ പ്രവചിക്കുക, കൈകൊട്ടുക. സംഹാരഖഡ്ഗം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ. അവർക്ക് ചുറ്റും ചുഴറ്റുന്ന കൊലവാളാണത്.
അവയുടെ ധൈര്യം കൊടുത്തുന്നതിനും അനേകർ നിബദിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണത്. ഇടിവാൾ പോലെ തിളങ്ങുന്നതിനായി മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതും ആണ് അത്. ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ട് വയ്ക്കുക. ഞാനും കൈകൊട്ടും, എന്റെ ക്രോധത്തിന് തൃപ്തി വരുത്തും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവിന്റെ വാൾ കടന്നു വരുന്നതിന് 2 വഴികൾ നീ അടയാളപ്പെടുത്തുക. ഒരു ദേശത്തു നിന്ന് തന്നെ പുറപ്പെടണം. നഗരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് ഒരു ചൂണ്ടുപലക നാട്ടുക. അങ്ങനെ അമ്മോന്യരുടെ റബ്ബായിലേക്കും യൂദായിലേക്കും കോട്ടകളാൽ സുരക്ഷിതമായ ജെറൂസലേമിലേക്കും ആ വാൾ കടന്നു വരുന്നതിന് നീ വഴി അടയാളപ്പെടുത്തുക. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ എല്ലാ സ്കൂളുകളിലും അധ്യയനം ആരംഭിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും അധ്യാപകരെയും വളരെ പ്രത്യേകമായി ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. പ്രിയരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഭാപിതാവും രക്തസാക്ഷിയുമായ വിശുദ്ധ ജസ്റ്റിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. സമുന്നത സുഹൃതങ്ങളാലും അഗാധ വിജ്ഞാനത്താലും തിരുസഭയെ അലങ്കരിച്ച ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ ജസ്റ്റിൻ. തത്വജ്ഞാനിയായിരുന്ന ജസ്റ്റിൻ സൃഷ്ടാവിനെ കുറിച്ച് ഒന്നും അറിയായകയാൽ ഒരു ദിവ്യന്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. രക്തസാക്ഷികളുടെ മാതൃകയാണ് ജസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയത്. തനിക്ക് ലഭിച്ച വരദാനങ്ങൾ അപരർക്കും ലഭിക്കണമെന്ന് കരുതി റോമായിൽ പോയി ക്രിസ്തുമതം പഠിപ്പിച്ചു. പാഷണ്ഡികൾ വിഗ്രഹങ്ങളെ പൂജിക്കുവാൻ നിർബന്ധിച്ചു. കൂട്ടാക്കാത്തതുകൊണ്ട് ആദ്യം ചെമ്മട്ടി കൊണ്ട് അടിക്കുകയും പിന്നീട് തല വെട്ടി ജസ്റ്റിനെയും കൂട്ടരെയും കൊന്നു കളയുകയുമാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, സഭാപിതാവും രക്തസാക്ഷിയുമായ വിശുദ്ധ ജസ്റ്റിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.